മണിക്കൂറിനകം വോട്ട് ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങളാണ്. സരിനും ഭാര്യയും വോട്ട് ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വോട്ട് ചെയ്ത ശേഷം പ്രതികരിക്കാമെന്നാണ് സരിൻ പറഞ്ഞത്. വാശിയേറിയ പോരാട്ടം. പോളിംഗ് ശതമാനം ഉയരുന്നു. 2016 77% കടക്കുമോ ഈ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് എന്നുള്ളതാണ് അറിയേണ്ടത്. ചേലക്കരയിലും വയനാട്ടിലും ഒന്നും കാണാത്ത വാശി പാലക്കാട് കണ്ടിരുന്നു. ആ പാലക്കാടെ വാശി വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് പറയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. പോളിംഗ് ശതമാനം ഏതായാലും ഉയരുന്നു. എല്ലാ ബൂത്തുകളിലും നീണ്ട ക്യൂ കാണാം. ഉച്ചസമയത്തെ മന്ദത എവിടെയും കാണാനാകുന്നില്ല എന്നുള്ളതാണ്. വോട്ടർമാരുടെ നീണ്ട നിരയിൽ സ്ത്രീകളുടെ വലിയ സാന്നിധ്യം കാണുന്നുണ്ട്. യുവ വോട്ടർമാരുടെ വലിയ സാന്നിധ്യം കാണുന്നുണ്ട്. ഒപ്പം പുരുഷ വോട്ടർമാരും. സ്ത്രീ വോട്ടർമാർ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീ വോട്ടർമാരാണ്. അവരെല്ലാവരും തന്നെ വോട്ട് ചെയ്യാൻ എത്തേണ്ടതുണ്ട്. തങ്ങളുടെ വോട്ടർമാരെ കൃത്യമായി ബൂത്തുകളിൽ എത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ കൃത്യമായി ബൂത്തുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ പേരുകൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 5000-ലധികം കണക്കിൽ ആളുകളെ പെടുത്തിയിരിക്കുന്നു എന്ന് കോൺഗ്രസ് തന്നെ അവകാശപ്പെടുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പാർട്ടികളും അവർക്ക് ഉറപ്പുള്ള വോട്ടുകൾ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നീണ്ട ക്യൂ കാണാം. മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും ഒരു മടിയും കൂടാതെ അങ്ങനെ മണിക്കൂറുകൾ നിൽക്കാൻ അവർ തയ്യാറാകുന്നുള്ളൂ. നേരിയ വ്യത്യാസമാണ് പാലക്കാട് നഗരസഭയും പിരായിരി പഞ്ചായത്തും തമ്മിലുള്ള പോളിംഗ് ശതമാനത്തിൽ. 47.99% നഗരസഭ പോൾ ചെയ്യുമ്പോൾ 47.67% പിരാരിയിലെ പോളിംഗ് ശതമാനം എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ നിൽക്കുന്നത് കണ്ണാടി പഞ്ചായത്താണ്. കണ്ണാടിയിലും തുടക്കം മുതൽ നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു. പിരായിൽ UDFന്റെ സ്വാധീന മേഖലയാണ്. പക്ഷേ സ്ഥാനാർത്ഥികളോട് ചോദിക്കുമ്പോൾ ഏത് പഞ്ചായത്ത് എടുത്താലും നഗരസഭ എടുത്താലും എല്ലായിടത്തും പോളിംഗ് ശതമാനം ഉയരുന്നത് ഞങ്ങൾക്ക് അനുകൂലം എന്ന രൂപത്തിലുള്ള പ്രതികരണത്തിലേക്ക് നേതാക്കൾ എത്തിയിരുന്നു, സ്ഥാനാർത്ഥികൾ എത്തിയിരുന്നു. ഇപ്പോൾ സരിൻ വോട്ട് ചെയ്യുന്നു. സരിനും ഭാര്യയും സൗമ്യയും വോട്ട് ചെയ്യാൻ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരർത്ഥത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഒരു എന്താ പറയുക നാടകീയമാക്കിയതിൻ്റെ തുടക്കക്കാരൻ പി സരിനായിരുന്നു അല്ലേ? തീർച്ചയായും. പി സരിൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചു. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു. 2 വാർത്താ സമ്മേളനങ്ങൾ അല്ലേ പി സരിൻ നടത്തി. അതിനുശേഷമാണ് ഇടതുപക്ഷത്തേക്ക് പോകുന്ന പ്രഖ്യാപനം ഉണ്ടായത്. സരിൻ വോട്ട് ചെയ്തിരിക്കുന്നു. സൗമ്യ കൂടി വോട്ട് രേഖപ്പെടുത്താനുണ്ട്. പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.